നമസ്കാരം. ഫലസ്തീൻ ജനതയുടെ പേരിൽ മുതലെടുപ്പ് നടത്തുന്ന നിരവധി സംഘടനകൾ ഈ ലോകത്തുണ്ട്. മനുഷ്യാവകാശ സംഘടന രൂപത്തിലും പരിസ്ഥിതി സംഘടന രൂപത്തിലുമൊക്കെ തന്നെ അവർ വിവിധ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആത്യന്തികമായി ഇവരെല്ലാവരും പിന്തുണയ്ക്കുന്നത് ഹമാസ് തീവ്രവാദികളെ തന്നെയാണ്. ഈ ഹമാസ് പ്രേമികളെ കൊണ്ട് ഏതാണ്ട് നിവൃത്തികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ട് എന്നെത്തുന്നത്. ഗ്രീറ്റ തുൻബർഗ് എന്ന പരിസ്ഥിതി പ്രവർത്തകയെക്കുറിച്ച്, സ്വീഡൻകാരിയായ പരിസ്ഥിതി പ്രവർത്തകയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും പല വിവാദങ്ങളിലും എടുത്തു ചാടി തൻ്റെ അഭിപ്രായ പ്രകടനം നടത്തുകയും പിന്നീട് വന്ന അതേ വേഗത്തിൽ മടങ്ങുകയും ചെയ്യുന്ന ഒരാളാണ് തുൻബർഗ്. ഗാസയിലെ വിഷയത്തിൽ പലതവണ ഇവർ സജീവമായി ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതെല്ലാം തന്നെ വെറും നാടകമായി, അതായത് ഷോ ആയി മാറുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ജൂൺ മാസത്തിലും ഇവർ ഇത്തരത്തിലുള്ള ഒരു നാടകം നടത്തിയിരുന്നു. ഒരു വലിയ സംഘത്തെയും കൂട്ടി, തൻ്റെ സംഘടനയിലെ ഫ്രീഡം ഫ്ലോട്ടിലയിലെ അനുയായികളെയും കൂട്ടി ഇവർ നേരെ ഗാസയിലേക്ക് ഒരു വലിയ ബോട്ടിൽ പുറപ്പെടുകയാണ്. കപ്പൽ പോലത്തെ ചെറിയ ബോട്ടിൽ പുറപ്പെടുകയാണ്. വഴിയിൽ ഞങ്ങളെ തടഞ്ഞാൽ ഞങ്ങൾ പ്രതിഷേധിക്കും, ഞങ്ങൾ അറസ്റ്റ് വയ്ക്കും, ഞങ്ങൾ വെടിവെച്ചോ എന്നൊക്കെ പറഞ്ഞ് എത്തിയ ഇവർ അവിടെ 4 ഭാഗത്തു നിന്നും ഇസ്രായേൽ സൈന്യം വളഞ്ഞപ്പോൾ ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ നമ്മുടെ ശിരസ്കയായി അവരെ മുന്നിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് അടുത്ത വിമാനത്തിൽ കയറ്റി ഒരു സ്വീഡനിലേക്ക് അയച്ചപ്പോൾ ഒറ്റ അക്ഷരം മിണ്ടാതെ വിമാനത്തിൽ കയറി അവിടെ സീറ്റിൽ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത്രയേ ഉള്ളൂ. നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തട്ടിപ്പ് നടത്തുക, തങ്ങളുടെ ഹമാസ് പ്രേമം ഒളിച്ചു വയ്ക്കാൻ ഫലസ്തീൻ ജനതയുടെ പേര് പറയുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഏറ്റവും ഒടുവിലായി ഇവരിപ്പോൾ വാർത്തകളിൽ നിറയുന്നത്, കഴിഞ്ഞ ദിവസം ഇവർ വീണ്ടും ഒരു വലിയ സംഘത്തെയും കൂട്ടി ഇപ്പോൾ ഗാസയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ടുണീഷ്യയിൽ വെച്ച് ഇവരുടെ ബോട്ടിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതായത് ഇത് പുറത്തുവിട്ടത് ഗ്രറ്റയുടെ ഒപ്പമുള്ളായിരുന്ന അവരുടെ അനുയായികൾ തന്നെയാണ്. ആദ്യം പുറത്തു വന്ന വാർത്ത ഈ ബോട്ട് പൂർണ്ണമായും കത്തി നശിച്ചു എന്നായിരുന്നു. പോർച്ചുഗീസ് പതാക പേർന്നതാണ് ഈ വലിയ ബോട്ട്. പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ചില്ലറ കേടുപാടുകൾ മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത അതിന് രസമാണ്. ടുണീഷ്യൻ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ വെറും തട്ടിപ്പാണ് എന്ന് നമുക്ക് കൃത്യമായും മനസ്സിലാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. ടുണീഷ്യൻ സർക്കാർ വിശദീകരിക്കുന്നത് ഇവർ ആക്രമണം നടന്നതായി പറയപ്പെടുന്ന സ്ഥലത്തിൻ്റെ 7 അയലത്ത് പോലും ഒരു ഡ്രോണും വന്നിരുന്നില്ല എന്നാണ്. അതൊക്കെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ആ രാജ്യത്തിനുണ്ട്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലതും വളരെ സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് കൃത്യമായി മനസ്സിലാക്കാനും കഴിയുമായിരുന്നു. മാത്രമല്ല, തുൻബർഗിൻ്റെ അനുയായികൾ പറയുന്നത് തങ്ങളുടെ ബോട്ടുകൾ എവിടെയൊക്കെ പോയാലും അതിൻ്റെ എല്ലാം മുകളിൽ ഒരു ഡ്രോൺ പ്രത്യക്ഷപ്പെടും എന്നാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു ശല്യമാണ്, അതല്ലാതെ ഇവരെ കൊണ്ട് മറ്റ് യാതൊരു തരത്തിലുമുള്ള ബാധ്യതകൾ അവർക്കില്ല. എങ്കിൽ പോലും ഇസ്രായേൽ ഈ നിരന്തരമായി ഇവരെ നേരിടുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ലോകമെമ്പാടും നടന്ന് ഇസ്രായേലിനെ കുറിച്ച് മോശം പറയുകയും ഫലസ്തീൻ ജനതയുടെ പേരിൽ ഹമാസിനെ പുകഴ്ത്തുകയും ചെയ്യുന്നതാണ് ഇവരുടെ സ്ഥിരം രീതി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഏതായാലും ടുണീഷ്യൻ സർക്കാർ കൂടി ഇക്കാര്യം നിഷേധിച്ചതോടെ തുൻബർഗും സംഘവും വെട്ടിലായിരിക്കുകയാണ്. കാരണം അവർ പറയുന്നത് ഇവിടെ ഇങ്ങനെ സംഭവമേ ഇല്ലെന്നാണ്. തുൻബർഗിൻ്റെ അനുയായികൾ പറയുന്നത് മറ്റൊരു കാര്യം, ഡ്രോണുകൾ വഴി പലപ്പോഴും തങ്ങളുടെ ബോട്ടുകളിലേക്ക് ധാരാളമായി എന്തോ ദ്രാവകങ്ങൾ ഒഴിക്കുന്നു, അത് തങ്ങൾക്ക് ആരോഗ്യത്തിന് തകരാറുണ്ടാക്കുന്ന രീതിയിലുള്ള എന്തോ ആണ് ഇസ്രായേൽ ഉണ്ടാക്കി വിടുന്നത് എന്നൊക്കെയാണ്. ഇതെല്ലാം തന്നെ കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. തുൻബർഗ് പറയുന്നത് തങ്ങൾ തനിച്ചല്ല, ഞങ്ങൾ പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് വരുമ്പോൾ മറ്റ് പല ബോട്ടുകൾ ഞങ്ങൾക്കൊപ്പം ചേരും, അതിലെല്ലാം നിറയെ ഞങ്ങളുടെ പ്രവർത്തകരായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഗാസയിലെത്തി ആളുകൾക്ക് ഈ അവശ്യ വസ്തുക്കൾ കൈമാറുമെന്നാണ്. അവിടെ അവശ്യ വസ്തുക്കളും മരുന്നുമെല്ലാം തന്നെ ഇസ്രായേൽ നന്നായി എത്തിക്കുന്നുണ്ട്. ഇതിനെ നേരത്തെ ഹമാസ് തീവ്രവാദികൾ മോഷ്ടിച്ചുകൊണ്ട് കരുതി വിൽക്കുന്നതിന് തടയുന്നതിന് വേണ്ടിയാണ് ആദ്യം അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ വളരെ പെട്ടെന്ന് എത്താനുള്ള കാരണങ്ങളിലൊന്നും ഒരു പക്ഷേ ഇസ്രായേൽ ഗാസ പിടിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമം തന്നെയായിരിക്കാം. വരും ദിവസങ്ങളിൽ അതിശക്തമായ സൈനിക മുന്നേറ്റം നടത്തി ഗാസ പിടിച്ചെടുക്കാൻ തന്നെയാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ നടത്തിക്കഴിഞ്ഞു. ഗാസയെ പിടിച്ചെടുത്ത് ഈ ഹമാസിൽ നിന്ന് മുക്തമാക്കി സാധാരണക്കാരായ ജനങ്ങളെ സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ അവിടെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പക്ഷേ അത് ഹമാസ് പ്രേമികളായ ഇത്തരം പരിസ്ഥിതി സംഘടനക്കാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് അതിനെ തടയുക എന്നുള്ള ലക്ഷ്യം ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിൽ കാണുമായിരിക്കാം. ഇസ്രായേൽ സൈന്യം ആക്രമണത്തിനായി എത്തുമ്പോൾ അവിടെ ഇത്തരത്തിൽ നിരവധി ബോട്ടുകളിലായി പരിസ്ഥിതി പ്രവർത്തകരും മറ്റും അണിനിരന്ന് പ്രതിഷേധിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ കാരണം ചൂണ്ടിക്കാട്ടി അതിൻ്റെ പേരിൽ വീണ്ടും ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ഇവരും ഹമാസിന് കൂട്ടി നിൽക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. ഇതൊക്കെ തന്നെ വെറും പ്രദർശനപരതയുള്ള പരിപാടികൾ മാത്രമാണ് എന്ന് നേരത്തെ പലതവണ തെളിയിച്ചിട്ടുള്ള ഈ ഗ്രീറ്റ തുൻബർഗ് ഉൾപ്പെടെയുള്ള പരിസ്ഥിതിവാദികൾ ഒരിക്കലും ഇസ്രായേൽ ജനങ്ങളെ വിഷമം കാണുന്നില്ല. ഈ ഹമാസ് തീവ്രവാദികൾ പിടിച്ചുകൊണ്ട് കഴുത്തിയരിച്ചു വന്ന പിഞ്ചു കുഞ്ഞുങ്ങളെക്കുറിച്ചോ അവർ ബലാത്സംഗം ചെയ്ത് തള്ളിയ കൊന്ന സ്ത്രീകളെക്കുറിച്ചോ ഒന്നും തന്നെ ഇവർ ചിന്തിക്കുന്നില്ല. ഇത്തരം സംഘടനകൾ ലോകമെമ്പാടും പലപ്പോഴും തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിൽ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് പല സംഘടനകളെ അത്തരത്തിലറിയാം. പുരോഗമനവും പരിസ്ഥിതിയും ഒക്കെ പറയുകയും
അതേസമയം നമ്മുടെ നാട്ടിലെ തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പല സംഘടനകളും വ്യക്തികളുമുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടം തന്നെയായിരിക്കാം ഇവർക്കൊപ്പമുള്ളത് എന്ന് തന്നെ വേണം കരുതാൻ. അതല്ലാതെ ഈ ഒരു ശക്തമായ സൈനിക നടപടി ആസന്നമായിരിക്കുന്ന കാലത്ത് ഇങ്ങനെ ആളെയും കൂട്ടി സമരത്തിനെത്തുന്നത് ദുരുദ്ദേശപരം തന്നെയാണെന്നുള്ള കാര്യത്തിലൊന്നും ഇനി യാതൊരു സംശയവും വേണ്ട. ഏതായാലും തുൻബർഗ് സംഘവും ഗാസയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ പിടികൂടി വീണ്ടും പഴയതുപോലെ നാട്ടിലേക്ക് അയക്കാൻ തന്നെയാണ് സാധ്യത. അതിന് തന്നെയായിരിക്കും അവരും അവരുടെ കൂട്ടുകാരായ ഹമാസ് പ്രേമികളും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്.